ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കച്ച് വർക്ക് ഡിസൈനാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഡിസൈൻ ഞാനൊരു ക്രീം കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ അത് അത്ര വീഡിയോയിൽ വിസിബിൾ അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഡിസൈൻ അവിടെ ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. അത് 2 സ്ട്രാൻഡ്സ് വന്നിട്ടുണ്ട്. 2 സ്ട്രാൻഡ്സ് ആണ് മൊത്തത്തിൽ അതിനകത്ത് വന്നിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോർഡർ ചെയ്യുമ്പോൾ നോക്കുക, ആ ഒരു പാറ്റേൺ കറക്റ്റ് വരുന്ന രീതിയിലാണ്. അതായത് നടുക്ക് കൂടി ഒരു ക്രോസാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണോ ചെയ്ത് കണ്ടിരുന്നത് ആ രീതിയിലും, അല്ല ഒന്ന് പോകുന്നില്ല അല്ലെങ്കിൽ 2 ലൈൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതും ഒരേപോലെ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് നോക്കുക. ഈ ഒരു ഡിസൈൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പം നമ്മൾ കാണിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ അതെങ്ങനെയായിട്ട് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിൽ പ്രോപ്പറായിട്ട് നോക്കുക. ഞാൻ ഈ പറയുന്നത് വെച്ചിട്ടല്ല, വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വെച്ചിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് കച്ച് വർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിക്കണം, ചെറിയ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ട്യൂട്ടോറിയൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ഓരോ എംബ്രോയ്ഡറീസിനും നടത്തുന്നുണ്ട്. അതിൽ ചിക്കൻ കാരി എംബ്രോയ്ഡറിയുടേത് നമ്മൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് വഴി ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലാത്തവർ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളല്ലാണ്ട് ഓൺലൈനായിട്ടും ക്ലാസ്സസ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കച്ച് വർക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു മോട്ടീഫ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത്. സോ ഇതേപോലെ ഈ ഒരു ബോർഡർ കംപ്ലീറ്റ് ചെയ്യുക. കൂടുതൽ വലിക്കരുത്. നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസാകാനും പാടില്ല. പിന്നെ പേൾ കോട്ടൺ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ 2 സ്ട്രാൻഡ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോ സ്ക്വയേഴ്സ് വരയ്ക്കുന്നത് ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന രീതിയിൽ വരയ്ക്കാവുള്ളൂ. കുറച്ച് വലുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഫില്ലായിട്ട് വരുന്നത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും ഭംഗിയാവുക. അല്ല കുറച്ച് വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രാൻഡ് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്താലായിരിക്കും ഓരോ സ്ക്വയേഴ്സും ഫില്ലായിട്ട് വരിക. ഇതിപ്പോൾ ഞാനൊരു നെക്കിനകത്ത് ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ്. സോ അതിനകത്ത് ഒരു പോർഷനിൽ ഞാൻ ഈ ഒരു മോട്ടീഫ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു മോട്ടീഫിനകത്ത് നമ്മൾ ഈ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒറ്റ ഒരു ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയെടുത്ത് വന്ന് അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ തീരുന്നുള്ളൂ. ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളിത് വരയ്ക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഡിസൈന് നമ്മൾ ചെയ്യുന്നതും. ഇപ്പോൾ വരയ്ക്കുന്നത് ഒരൊറ്റ സ്ട്രെച്ചിൽ കൈ മാറ്റാണ്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുമ്പോൾ ഫുൾ ഡിസൈൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതും അതേമാതിരി തന്നെ നടക്കും. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മൾ ഈ ബോർഡർ ഇതേമാതിരി ഔട്ട്ലൈൻ കൊടുക്കുന്ന സ്റ്റിച്ചാണെങ്കിലും അതുമാതിരി തുടങ്ങിയെടുത്ത് അവസാനിക്കുമ്പോൾ വരച്ച മാതിരി തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്യുന്ന ഭാഗമാണെങ്കിലും അതേപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളത് വരച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ ഞാനിത് ഒരു പാർട്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ്. ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതോ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ഇതിൻ്റെ ഉള്ളിൽ ഇനി ഒരു പോർഷൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വന്നിട്ട് അവസാനിച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ സ്ക്വയറിൻ്റെ നോക്കുക, ഇതേമാതിരി അടുത്തൊരു ലെയറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ അടുത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ തുടങ്ങിയത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ വന്ന് ഇത് അവസാനിക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതും നമ്മൾ ഒരു റൗണ്ട് മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിക്കുമ്പോഴേക്കും ഒരു പോർഷൻ മാത്രമേ തീർന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെയും നമ്മൾ അടുത്തത് എവിടെ നിന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് അടുത്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ലെയറാണ്. സോറി, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മേലെയും ഒന്ന് കീഴേയും എന്നുള്ള ആ പാറ്റേൺ കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എപ്പോഴും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുമ്പോൾ ഈസിയാണെന്ന് തോന്നാമെങ്കിലും അത് പ്രോപ്പർ ആകുന്നത് തന്നെയാണ് എപ്പോഴും നന്നാവുക. അടുത്ത സ്റ്റെപ്പ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫ്ലോലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കുക, ഞാനിപ്പോൾ എൻ്റെ ഔട്ട്ലൈൻ അതായത് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പിൽ നിങ്ങൾ നോക്കുക, ഇത്രയും ഹെവി ചെയ്തിട്ടും അടിഭാഗത്ത് ത്രെഡ് വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മുകളിലും ഇപ്പോൾ ആ ഒരു പ്ലസ് സിമ്പലും അതേമാതിരി തന്നെയാണ്. അതിന് ചുറ്റും ഒരു സ്ക്വയർ മാതിരി കൂടെ വന്നിട്ടുണ്ട്. അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഇത് വരുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ. സോ 3 പ്രാവശ്യം കൈ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നടുക്ക് ഒരു ചെറിയൊരു സ്ക്വയറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അടുത്തത് എടുക്കുന്നുണ്ടോ അതേമാതിരി തന്നെ എന്താ പറയുക, അടുത്ത ഫില്ല് ചെയ്യുന്ന സ്റ്റിച്ചിന് നമുക്ക് അത്രയും തന്നെ ആവശ്യം വരും. ഇപ്പം നടുക്ക് വേക്കൻ്റായിട്ട് ആ അടിയിലൊരു സ്ക്വയർ മാതിരി കിടക്കുന്ന പോർഷനിലും ഞാനൊരു വേറെ കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തത് ഉള്ളിലുള്ള സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ആദ്യം. ഫില്ല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞേക്കുന്ന മാതിരി തന്നെയാണ്. സ്ട്രെയിറ്റായിട്ട് ഒരു സ്ക്വയറിൻ്റെ 2 ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ബോർഡർ ചെയ്തതിൻ്റെ എടുക്കുന്നു. ഇത് കഴിയുമ്പോൾ തന്നെ 90 ഡിഗ്രി തിരിയുന്നു, അടുത്ത സ്ക്വയറിലേക്ക് വരുന്നു. കോർണർ എത്തുകയാണെങ്കിൽ അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി ഇങ്ങനെ കറങ്ങി അടുത്ത ഇതിലേക്ക് പോരും. അത് കഴിഞ്ഞിട്ട് അടുത്ത കോർണർ കറങ്ങി 90 ഡിഗ്രി അങ്ങനെ ചുറ്റി ചെയ്യുന്നൊരു വർക്കാണ് ഇത്. വീഡിയോ ഒന്ന് എടുത്ത് കുറച്ചൊന്ന് ആ ചെയ്യുന്നതിൻ്റെ കൂടെ, അതായത് പോസ് ചെയ്ത് അടുത്തത് ചെയ്ത് അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 4-5 ഇതൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അതങ്ങനെ റൗണ്ട് ചെയ്ത് വരാവുന്നതാണ് ഈ കച്ച് വർക്ക്. സോ ഇത് ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 3 നമ്മളത് വരച്ചത്. അപ്പോൾ 3 തന്നെ ഫില്ല് ചെയ്യേണ്ടതും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഉൾഭാഗത്തുള്ളതും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യണത് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ കോർണർ എത്തുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആ ചെക്കിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ നേരെ 2 ലൈൻ ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈനിലേക്ക് പോയിട്ട് 90 ഡിഗ്രി തിരിഞ്ഞ് അടുത്ത കോർണർ വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നേരെ മുന്നിലുള്ളതിൻ്റെ നേരെ. അപ്പോൾ നമ്മൾ വീവ് ചെയ്ത ലൈനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴെ കൂടി പോയേക്കുന്ന ലൈനാണെങ്കിൽ അതിൻ്റെ താഴെ കൂടി പോവുക, മുകളിൽ കൂടിയാണ് ആ ലൈൻ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്യുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. കുറച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മാത്രം കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറി സ്റ്റൈലാണ് ഈ കച്ച് വർക്ക് എന്ന് പറയുന്നത്. സിന്ധി വർക്ക്, ഗുജറാത്തി വർക്ക്, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ എത്രത്തോളം ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ മാക്സിമം പോർഷൻ നമുക്ക് മുകളിൽ തന്നെ വിസിബിൾ ആകും. താഴെ വളരെ കുറച്ച് ചെറിയ കുത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ ഭാഗത്ത്. പിന്നെ നമ്മൾ കെട്ടിടുന്നുണ്ടെങ്കിൽ അതും കൂടെ മാത്രമേ കാണുള്ളൂ. താഴെ ഭയങ്കര നീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മളിപ്പോൾ ചിക്കൻ കാരി എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്. അതിൻ്റെ അടിഭാഗമായിരിക്കും നിറച്ച് ത്രെഡുകളായിട്ടുണ്ടാവുക. മുകൾ ഭാഗമായിരിക്കും എന്താ പറയുക, മുകൾ ഭാഗത്തിൽ ഒരു 30% ഉണ്ടായാലായി. മാക്സിമം താഴെ തന്നെയായിരിക്കും അതിൻ്റെ ത്രെഡ് ഇതായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബോർഡറിലുള്ളത് തുടങ്ങണം. ബോർഡറിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള താഴത്തെ സ്ക്വയറും ബോർഡർ കംപ്ലീറ്റായി മേലോട്ട് വരച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു ഡിസൈൻ വരച്ചത് ആ ഒരു സ്റ്റൈലിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വരും.
നീഡിലിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുമ്പോൾ. ഈ കോർണറിലുള്ളത് മാത്രം കുത്തിയെടുക്കുമ്പോൾ വളരെ ചെറിയൊരു ഇതല്ലേ, ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെടഞ്ഞ് പോയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി മുകളിൽ കൂടി ഇങ്ങനെ മെടയുന്ന മാതിരി തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് എന്താ പറയുക, നീഡിലിൻ്റെ ഇപ്പോൾ കോർണറിലുള്ളത് നീഡിലിൻ്റെ ആ പോയിൻറ്റഡ് പോർഷൻ വെച്ചിട്ട് തന്നെ എടുക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നത് കറക്റ്റ് ഓർഡറിൽ എന്താ പറയുക, ത്രെഡിൻ്റെ ഇടയ്ക്ക് കൂടി ഒന്ന് പോയി എന്ന് പറഞ്ഞൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് ആ ത്രെഡ് നന്നായിട്ട് പതുങ്ങി അതിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂലൊക്കെ പറപറാന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വൃത്തിയാവില്ല. സോ അപ്പോൾ ആ നീഡിലിൻ്റെ ബാക്ക് വശം വെച്ചിട്ടായിരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ രീതിയിലായിരിക്കും. കാരണം അത് കറക്റ്റ് മെടഞ്ഞ മാതിരി ഒന്നിന് പ്ലസ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ കണ്ടാലാണ് അത് അത്രയും ഭംഗിയാവുക, വൃത്തിയായിട്ടിരിക്കുന്ന മാതിരി ഉണ്ടാവുക. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ മാക്സിമം അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എടുക്കുമ്പോൾ നീഡിലിൻ്റെ ബാക്ക് വശം എടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അത്ര എന്താ പറയുക, കുറച്ച് 4 ലെയറൊക്കെ നൂലുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മറ്റേ ചെറിയ നൂല് അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ നീഡിലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നീഡിലിൻ്റെ പോയിൻറ്റഡ് പോർഷൻ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അത് ഈ തുണിക്കും ഡാമേജ്, തുണിയുടെ ഉള്ളിൽ കൂടിയൊക്കെ എടുക്കാനും ഒക്കെ ഉണ്ടാവും. സോ നീഡിലിൻ്റെ ബാക്ക് വശമാണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ഇതേപോലെ ഈ ഒരു സ്ക്വയറും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. കൂടുതൽ ത്രെഡ് നീളത്തിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോൾ ത്രെഡ് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. ത്രെഡ് ഇങ്ങനെ ആകെ നൂല് പൊങ്ങിയ മാതിരി ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ വലിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതുകൊണ്ട് അധികം നീളത്തിലെടുക്കാണ്ട് ചെയ്തത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യാവുന്നതാണല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി പോകുന്നത് കൊണ്ട് കെട്ടിടേണ്ടത് ഈ ഒരു നൂല് തീർന്നതിൻ്റെ പേരിൽ കെട്ടിടാണ്ട് ഡിസൈൻ തീർന്നിട്ട് കെട്ടിട്ടാൽ പോരെ. അതിനും മാത്രമുള്ള ഒരു ഡിസൈനിന് ആവശ്യമായിട്ടുള്ള അത്രയും ത്രെഡ് എടുക്കാം എന്ന് വിചാരിച്ച് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അഴിക്കലും പിടിക്കലും ഒന്നും ഇല്ലാണ്ട് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. സോ നോക്കുക, നമ്മൾ ആ ഒരു ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പിങ്ക് കളർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു സ്ക്വയറും കൂടി, ആ ഒരു ഗ്യാപ്പ് എന്താ പറയുക, ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയല്ലേ, അപ്പോൾ അത് ഒരു കൊച്ചു സ്ക്വയറും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മളൊരൊറ്റ സ്ക്വയറാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പഠിക്കേണ്ട കാര്യമാണ് ഈ സ്ക്വയർ. സോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സ്ക്വയർ മാത്രം ചെയ്യണത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതേപോലെ ആ സ്ക്വയർ ഒറ്റയടിക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറും ചെയ്തു, അത് കണ്ടിന്യൂസ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതും കൂടി ഞാനിവിടെ ചെയ്യുകയാണ്. എനിക്കിതിപ്പോൾ കസ്റ്റമർ തന്നിരിക്കുന്ന ഇതാണ്, ഏത് കളർ കോമ്പിനേഷൻ വേണം എന്നുള്ളത് അവർ തന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് ഞാൻ ഈ യെല്ലോ വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ, ഈ ഒരു ബ്ലൂ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.